ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മുഖക്കുരുവും കറുത്ത പാടുകളും ഒക്കെ മാറ്റാനായിട്ട് വീട്ടിൽ തന്നെ ഒരു ഫേഷ്യലിന് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ ഫേഷ്യലും ക്ലെൻസിങ്ങിൻ്റെയും എഫക്റ്റ് കിട്ടുന്ന ഒരു പാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് വരണ്ട ചർമ്മക്കാർക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. എല്ലാത്തരം ചർമ്മക്കാർക്കും ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്നുകൂടി സെലക്ട് ചെയ്യുക. നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത് മുൾട്ടാണി മുട്ടിയാണ് കേട്ടോ. മുൾട്ടാണി മുട്ടിയുടെ ഗുണം എല്ലാവർക്കും തന്നെ അറിയാം. സ്കിന്നിനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട്, ക്ലെൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ ചർമ്മത്തിലെ സുഷിരങ്ങളിലുള്ള അഴുക്കും പൊടിയും എല്ലാം നീക്കം ചെയ്യാനായിട്ട്, ചർമ്മത്തെ ശുദ്ധീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതേപോലെ തന്നെ ചർമ്മത്തിന് നല്ലൊരു തിളക്കവും കിട്ടും. ഞാനിവിടെ 2 ടീസ്പൂൺ മുൾട്ടാണി മുട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ കൂടി ചേർക്കുന്നുണ്ട്. ഇത് മുഖക്കുരു, കറുത്ത പാടുകളൊക്കെ പോകാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഒറിജിനലായിട്ടുള്ള കസ്തൂരി മഞ്ഞൾ ആവശ്യമുള്ളവർ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൃഷി ചെയ്ത കസ്തൂരി മഞ്ഞൾ തന്നെ അയച്ചു തരുന്നതാണ്. ഫ്രഷ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ പൊടിയും ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് അടുത്തതായിട്ട് ഓറഞ്ച് പീൽ പൗഡറാണ് ഇടുന്നത്. ഇത് നിർബന്ധമില്ല. ഇതിപ്പോൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ചേർത്ത 2 പൊടികൾ മാത്രമായിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചർമ്മം നന്നായിട്ട് വരണ്ട് പോകുന്ന ടൈപ്പ് ചർമ്മമാണെങ്കിൽ, അതായത് ഡ്രൈ സ്കിൻ ആണെങ്കിൽ, നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് പാല് ചേർത്തിട്ട് മിക്സ് ചെയ്യാം, വെള്ളം ഉപയോഗിച്ചും മിക്സ് ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ, എണ്ണമയമുള്ള ചർമ്മക്കാരാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് റോസ് വാട്ടർ ചേർത്ത് മിക്സ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. റോസ് വാട്ടറിൻ്റെ ഗുണമെന്ന് പറയുന്നത് അമിതമായിട്ടുള്ള എണ്ണമയം നിയന്ത്രിക്കാനും അതേപോലെ തന്നെ ചർമ്മത്തിന് നല്ല കുളിർമ കിട്ടാനും ഒക്കെ സഹായിക്കും. ഇനിയിപ്പോൾ രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം എന്തായാലും നമ്മൾ ഡ്രൈ സ്കിന്നുകാർക്ക് ഏറ്റവും നല്ലത് പാല് തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് ഗ്ലിസറിനാണ്. ഒരു 4-5 ഡ്രോപ്പ് ഗ്ലിസറിൻ കൂടി ചേർക്കുക. ഇത് ചർമ്മം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരുത്താനായിട്ടും ഡ്രൈനെസ് ഈ ഫേസ് പാക്ക് ഇടുമ്പോൾ വരുന്നതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ ചർമ്മത്തിലെ ചുളിവുകൾ കുറയ്ക്കാനായിട്ടും നല്ലതാണ്. ഇലാസ്റ്റികത നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ചർമ്മത്തിലൊരു സംരക്ഷണ കവചം തന്നെയാണ് ഈ ഗ്ലിസറിൻ. ഗ്ലിസറിൻ മിക്കവാറും എല്ലാ ബ്യൂട്ടി പ്രോഡക്റ്റുകളിലും ഉള്ളതാണ് കേട്ടോ. ഇത് ബ്ലാക്ക് ഹെഡ്സ് കുറയ്ക്കാനൊക്കെ സഹായിക്കും. അപ്പം നമ്മൾ ഇതേപോലെ പാക്കുകൾ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്, അല്ലാതെ ഗ്ലിസറിൻ മാത്രമായിട്ട് ഉപയോഗിക്കരുത്. പാക്ക് അല്ലാതെ നമുക്ക് ഗ്ലിസറിൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, ഗ്ലിസറിനും റോസ് വാട്ടറും തുല്യ അളവിൽ എടുത്തിട്ട് നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പ് മുഖത്തൊക്കെ പുരട്ടാവുന്നതാണ്. ഇതേപോലെ കാലുകളിലൊക്കെ പുരട്ടുന്നത് ഡ്രൈനെസ് ഒക്കെ തടയാൻ വളരെ നല്ലതാണ് കേട്ടോ. ചുണ്ടുകളിൽ പുരട്ടുമ്പോൾ ഗ്ലിസറിനും തേനും കൂടി ചേർത്തിട്ട് വേണം, തുല്യ അളവിൽ എടുത്തിട്ട് വേണം പുരട്ടാനായിട്ട്. ഇത് ചുണ്ടുകൾ പൊട്ടുന്നതൊക്കെ തടയാനായിട്ട് ഈ ഒരു സമയത്ത് നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റിസൾട്ടുള്ള പാക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത് ഞാൻ കോവയ്ക്ക ഉണക്കാനായിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇവിടെ ഒരുപാട് കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉണക്കി വെക്കാമെന്ന് കരുതിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി വിട്ട് ഞാൻ ഉണക്കാൻ വെച്ചിരിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അറിവുകളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഇത് വർക്കാവുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. താങ്ക്